മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് കൊല്ലം അജിത്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് കൂടുതലും അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുള്ളത്. എങ്കിലും മലയാളികളുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഒട്ടും താമസമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചില കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം പെട്ടെന്ന് മുൻപന്തിയിൽ എത്തി. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വിവാഹം നടന്നിരിക്കുകയാണ്. കൊല്ലം അജിത്തിൻ്റെ മകൻ ശ്രീഹരിക്കാണ് വിവാഹം നടന്നത്. തൃശൂർ സ്വദേശിയായ അമിത സുധീഷാണ് ശ്രീഹരിയുടെ വധു. ഇരുവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ച് സോഷ്യൽ മീഡിയ മുഴുവനും എത്തിയിട്ടുണ്ടായിരുന്നു. നടൻ കൊല്ലം അജിത്തിൻ്റെ മകൻ വിവാഹിതനായി എന്നും ശ്രീഹരി പ്രണയിച്ച് വിവാഹം കഴിച്ചത് ആരെയാണ് എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ചത്. അച്ഛൻ്റെ ആശീർവാദമില്ലാതെ ദാമ്പത്യ തുടക്കമാണ് ഇവിടെയുള്ളത്. മലയാള സിനിമ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള താരങ്ങളിൽ ഒരാൾ തന്നെയാണ് കൊല്ലം അജിത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പത്മരാജൻ സംവിധാനം ചെയ്ത പറന്ന് 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 എന്ന സിനിമയിലൂടെയാണ് തുടക്കം കുറിച്ചത്. പിന്നീട് നിരവധി സിനിമകളിൽ നായകനായും വില്ലനായും തിളങ്ങി. അഗ്നിപ്രവേശം എന്ന സിനിമയിലൂടെയാണ് നായകനായി തുടക്കം കുറിച്ചത്. മലയാളത്തിനൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും അഭിനയിച്ചു. കോളിംഗ് ബെൽ, പകൽ പോലെ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. പ്രമീളയാണ് കൊല്ലം അജിത്തിൻ്റെ ഭാര്യ. ഗായത്രി, ശ്രീഹരി എന്നിവരാണ് മക്കൾ. തൻ്റെ 56-ാം വയസ്സിൽ 2018 ഏപ്രിൽ മാസത്തിൽ കൊല്ലം അജിത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞു. ഇപ്പോഴിതാ കൊല്ലം അജിത്തിൻ്റെ മകൻ ശ്രീഹരിയുടെ വിവാഹം നടന്നിരിക്കുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് തൃശൂർ സ്വദേശിയായ അമിത സുധീഷുമായുള്ള വിവാഹം നടത്തിയത്. മാർച്ച് 22-നാണ് വിവാഹം നടന്നത്. UAE NMSC ആശുപത്രിയിൽ ഹരി ജോലി ചെയ്യുന്നു. അമിത അവിടെ തന്നെ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. തൃശ്ശൂർ വച്ചാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. ഹരിയും ചേച്ചി ഗായത്രിയും വിവാഹിതയാണ്. UAE ഗായത്രിയും വിഷ്ണുവും ജോലി ചെയ്യുന്നത്. ഭാര്യയെപ്പറ്റി ശ്രീഹരിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പും ഇങ്ങനെയായിരുന്നു എന്ന് പറയാം. ഞാൻ കുറച്ച് കൂടെ ഉത്തരവാദിത്തമുള്ള ആളാവാൻ പ്രധാന കാരണമായത് അമിതയാണ്. എന്നിലെ മികച്ചയാളെ പുറത്തു കൊണ്ടുവന്നതും അമിയാണ്. അതുപോലെ ഒരു പങ്കാളിയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. തൻ്റെ വിവാഹത്തിൻ്റെ ചിത്രങ്ങളും റീൽസും ഹരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. അച്ഛനില്ലാത്തതിൻ്റെ സങ്കടം ഗായത്രിയും സ്വകാര്യ മാഗസീന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും മറ്റൊരു ലോകത്തിരുന്ന് അദ്ദേഹം ഇത് സന്തോഷിക്കുന്നുണ്ടാകുമെന്നും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഓരോ തവണയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ഓരോ വാക്കുകളും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ താരങ്ങളെ ആരെയും ക്ഷണിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങളും എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അധികം താരങ്ങളെ ഒന്നും കാണാത്തൊരു താരപുത്രൻ്റെ വിവാഹമായിരുന്നു കഴിഞ്ഞത് എന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ താരങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം ഈ കുടുംബത്തിനില്ലായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.